വിശുദ്ധനാമന്തോണീസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനാമന്തോണീസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിളിച്ചാൽ വിളി കേൾക്കുന്ന വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നദ്ധിയിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുക. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ നമുക്ക് പുണ്യവാൻ്റെ സന്നദ്ധിയിലേക്ക് നമുക്ക് കൊടുക്കാം. നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ആവശ്യങ്ങളെയും നമ്മുടെ വേദനകളെയും ആരോടും പറയാത്ത നമ്മുടെ സങ്കടങ്ങളെയും എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ എൻ്റെ ഈ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേന്ന് അപേക്ഷിച്ചിട്ട് വേണം ഈ നൊവേന പ്രാർത്ഥന നിങ്ങളെല്ലാവരും ചെല്ലാൻ. പ്രത്യേകമായിട്ട് നിങ്ങളുടെ നിയോഗങ്ങൾ ഒന്ന് മനസ്സിലോർക്കുക. ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് മുൻപായിട്ട് ഒരു ചേച്ചി എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്. അച്ഛാ, എൻ്റെ കുടുംബത്തിൽ തന്നെ വ്യക്തിപരമായിട്ടത് പറയാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, ആരാണ് എന്താണെന്നൊന്നും. പക്ഷേ എൻ്റെ കുടുംബത്തിൽ തന്നെ തൊട്ടടുത്ത് കുറച്ച് നാൾക്ക് മുമ്പ് ഒരു പ്രസവം നടന്നിരുന്നു. പക്ഷേ 3 ദിവസം കൊച്ചു പ്രസവിച്ച് കഴിഞ്ഞിട്ട് ശ്വാസം എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. പ്രത്യേകമായിട്ട് അത് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ അന്തോണീസ് പുണ്യവാനോട് മാധ്യസ്ഥം അപേക്ഷിച്ചപ്പോൾ 3 ദിവസത്തിന് ശേഷം ആ കൊച്ചിന് ശ്വാസോച്ഛ്വാസമൊക്കെ കൃത്യമായിട്ട് വരികയും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു എന്ന് ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് ഒരു ചേച്ചി വന്ന് എന്നോട് സാക്ഷ്യപ്പെടുത്തി. ഞാൻ നിങ്ങളോട് പറയുന്നത്, പുണ്യവാനോട് മാധ്യസ്ഥ അപേക്ഷിച്ച പുണ്യവാൻ നടത്തിത്തരും. ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. എന്നിട്ട് ആ സഹോദരി പറഞ്ഞു വിട്ടിരിക്കുന്നത് എങ്ങനെയാണ്, ആ കൊച്ചിനെയും പിടിച്ചുകൊണ്ട് ഒരു ദിവസം ഞാൻ ഈ പള്ളിയിൽ വരും സാക്ഷ്യപ്പെടുത്താനായിട്ട്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം, വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ മാധ്യസ്ഥം യാചിച്ചവരാലും ജീവിതത്തിൽ നിരാശരായി പോയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള സങ്കടങ്ങളും ആവശ്യങ്ങളും വേദനകളും എല്ലാം പുണ്യവാൻ്റെ സന്നിധിയിലേക്ക് കൊടുത്ത്, പുണ്യവാനെ എൻ്റെ ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ നൊവേന പ്രാർത്ഥന ഏറ്റവും ഭക്തിയോടെ ഈ നിമിഷം ചൊല്ലി പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, നന്മകളാലും അത്ഭുതസിദ്ധികളാലും ജീവിതകാലത്ത് തന്നെ വിശുദ്ധ അന്തോണീസിനെ അനുഗ്രഹിക്കുവാൻ തിരുമനസ്സായ അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിധനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. അങ്ങേക്കെതിരായി ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. അങ്ങയുടെ പ്രിയസുതനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശിഹായുടെ നാമത്തിലും സുഹൃത സമ്പന്നമായ ജീവിതത്താൽ അങ്ങേ സംപ്രീതനാക്കിയ വിശുദ്ധ അന്തോണീസിനെ മാധ്യസ്ഥതയിലും ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ദയാപൂർവ്വം സ്വീകരിക്കുകയും ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിക്കുകയും ചെയ്യണമേ. ആമേൻ. നിരന്തരമായ ജാഗ്രതയാലും തീക്ഷ്ണമായ പ്രാർത്ഥനയാലും വിശുദ്ധിയുടെ നിലവാകുകയും വേദപുസ്തകത്താലും ധ്യാനത്താലും വേദവിജ്ഞാനിയായി തീരുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, വിശുദ്ധിയിലും വിജ്ഞാനത്തിലും നിരന്തരം വളർന്നു വരുവാനും ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ സംപ്രീതരായി തീരുവാനും ആവശ്യമായ അനുഗ്രഹം ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ പിതാവിലുള്ള ദൃഢമായ വിശ്വാസത്താലും പാരിത്രിക ജീവിതത്തിലുള്ള സജീവമായ ശരണത്താലും ജീവിതത്തെ ധന്യമാക്കുകയും പരസ്പര പ്രാർത്ഥനകൾ വഴി ജീവിതത്തെ ബലിയായി സമർപ്പിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, ദൈവിക പുണ്യങ്ങളിലും സുവിശേഷ സുഹൃത്തുക്കളിലും അനുഗ്രഹം വളർച്ച പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങേ വിളങ്ങിയിരുന്ന ദാരിദ്ര്യാരൂപിയും ജീവിത ലാളിത്യവും ഞങ്ങളിൽ വളരുവാൻ ഇടവരുത്തണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധാത്മാവിന്റെ നിവേശനത്താൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ദൈവിക ദാനങ്ങളും വരങ്ങളും സമൃദ്ധമായി സമ്പാദിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, രോഗികൾക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നതിനും രഹസ്യങ്ങളും ഭാവി കാര്യങ്ങളും ഗ്രഹിക്കുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായ യാതൊന്നുമില്ല. അങ്ങയുടെ മധ്യസ്ഥതയിൽ ശരണപ്പെടുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കരുണാപൂർവ്വം ഞങ്ങളെ സഹായിക്കണമേ.
ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സഭയുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുവാനും മധ്യത്തിലെ ആശ്വാസനായി ബഹുമാനിക്കുവാനും ദിനരാത്രങ്ങൾ ചിലവഴിച്ച വിശുദ്ധ അന്തോനീസേ, വിശ്വാസത്തിന് സമാധാനത്തിനെതിരായുള്ള എല്ലാ പ്രതിസന്ധികളിലും സഭയോട് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നീതിക്ക് വേണ്ടി നിലവാരമുള്ള സന്നദ്ധത ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അപകടങ്ങളിൽ സഹിക്കുന്ന യാത്രക്കാരുടെയും വേദന അനുഭവിക്കുന്ന മാതാപിതാക്കളുടെയും പ്രത്യേക മധ്യസ്ഥനും അനാഥ ശിശുക്കളുടെ ആശാകേന്ദ്രവുമായ അങ്ങ് ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിക്കുകയും ഞങ്ങളെ യാചിക്കുന്ന പ്രത്യേകതകൾ നൽകുകയും ചെയ്യണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളും അപേക്ഷകളൊക്കെ സമർപ്പിക്കേണ്ട നിമിഷമാണിത്. നമുക്കെല്ലാവർക്കും വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നിധിയിൽ ഇരിക്കാം. ഒത്തിരി ആവശ്യങ്ങളും അപേക്ഷകളും നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാ അപേക്ഷകളും തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ ഈ അപേക്ഷകൾ പുണ്യവാൻ പ്രത്യേകമായിട്ട് മാധ്യസ്ഥം വഹിച്ച് നടത്തിക്കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അപേക്ഷകൾ നമുക്ക് വായിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള അപേക്ഷകൾ ചിലപ്പോൾ ഇതിനോട് സാമ്യമുണ്ടാകാം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം നിങ്ങളോട്, മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ തമ്പുരാൻ സാധിച്ചു തരും. അത് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ശക്തി അതാണ്. മറ്റൊരാൾക്ക് വേണ്ടി, ഇപ്പം എനിക്ക് കടബാധ്യത അനുഭവിക്കുന്ന മറ്റൊരാൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കടബാധ്യത ദൈവം മാറ്റിത്തരും. എനിക്ക് അസുഖമുണ്ട്, ഞാൻ മറ്റൊരാളുടെ അസുഖം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അസുഖം കൂടി ദൈവം മാറ്റിത്തരും. കാരണം തമ്പുരാൻ്റെ സന്നിധിയിൽ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങൾക്ക് ഒത്തിരി മഹത്വവും അനുഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുക, നിങ്ങൾ ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയത്ത് ഒത്തിരി അപേക്ഷകൾ നമ്മൾ വായിച്ച് കേൾക്കുമ്പോൾ ആ അപേക്ഷകളോടൊപ്പം നിങ്ങളും പ്രാർത്ഥിക്കുക, ദൈവമേ ആ വ്യക്തിക്ക് ആ കാര്യങ്ങൾ നടത്തി കൊടുക്കണേന്ന്, ആ കുടുംബത്തിന് ആ കാര്യങ്ങൾ നടത്തി കൊടുക്കണേന്ന്. അതുമൂലം കിട്ടുക നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയത്ത് ഈ നിയോഗങ്ങൾ വായിച്ച് കേൾക്കാം, അതോടൊപ്പം ഈ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്നേഹം നിറഞ്ഞ ജിനുവച്ച എൻ്റെ മകൾ അലീന ജിമ്മിച്ചൻ സ്പൈനൽ കോഡിന് വളവാണ്. അടുത്ത ജനുവരിയിൽ സർജറി പറഞ്ഞിരിക്കുന്നു. സർജറി എല്ലാം ഇല്ലാതെ എൻ്റെ മോളുടെ ഈ അസുഖം പൂർണ്ണമായി സുഖം പ്രാപിക്കാൻ വേണ്ടി നൊവേനയിലും ആരാധനയിലും അച്ഛൻ പ്രാർത്ഥിക്കണം. അവൾക്ക് 14 വയസ്സുള്ളൂ. പ്രത്യേകമായിട്ട് ആ മകളെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയാണിത് പറയുക, ജൂബി എന്നാണ് അമ്മയുടെ പേര്. പ്രത്യേകമായിട്ട് ആ അമ്മയുടെയും ആ മകളുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ജിനുവച്ച നൊവേന പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ഓർക്കണമേ. ലിനി എന്ന ചേച്ചിയുടെ കിഡ്നിയുടെ അസുഖം മാറാനും സൗഖ്യം ലഭിക്കാനും വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ എൻ്റെ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിനു വേണ്ടി കൂടി അച്ഛൻ പ്രാർത്ഥിക്കണം. യാതൊരുവിധ കുഴപ്പങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നുമില്ലാതെ സന്തോഷത്തോടെ കുഞ്ഞ് ജനിക്കാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അതോടൊപ്പം എൻ്റെ മാതാപിതാക്കൾക്ക് ഒത്തിരിയേറെ അസ്വസ്ഥതകളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട്. അതെല്ലാം മാറുവാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. എൻ്റെ ബ്രദറിന് കുഞ്ഞുങ്ങളായിട്ടില്ല, വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞു, പക്ഷേ കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ല. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. എൻ്റെ പേര് ഷൈനി എന്നാണ്. അച്ഛൻ പ്രത്യേകമായിട്ട് അച്ഛന് നൊവേന പ്രാർത്ഥനയിലും ആരാധനയിലും എൻ്റെ കുടുംബത്തിനു വേണ്ടി, എൻ്റെ ഈ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ ഈശോയെ, എനിക്കും അരുണിനും ഓസ്ട്രേലിയയിലാണ് അരുൺ, ഒരു നല്ല ജോലി നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നല്ലൊരു ഭവനം പണിയാനായിട്ട് ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നു. അതിൻ്റെ തടസ്സങ്ങളെല്ലാം അകറ്റി നല്ലൊരു ഭവനം പണിയുവാനും എൻ്റെ അരുണിന് എന്ന് വെച്ചാൽ ഹസ്ബൻഡിന് ജോലി ലഭിക്കുവാനും വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ലിയ എന്നൊരു സഹോദരിയാണ് എഴുതിയിരിക്കുക, പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, എൻ്റെ ഈ നിയോഗത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. സ്നേഹം നിറഞ്ഞ ജിനുവച്ച ഈ അപേക്ഷ എഴുതുന്നത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ 2 മക്കളും പഠിക്കുന്നു. ഒത്തിരിയേറെ ആരോഗ്യ പ്രശ്നങ്ങൾ, മൂത്ത കൊച്ചിന് അലർജി പ്രശ്നങ്ങളുണ്ട്. അച്ഛൻ്റെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. കാരണം അവൾക്ക് സ്കൂളിൽ പോകാനോ അലർജി ഉള്ളതുകൊണ്ട് എന്നും പഠിക്കാനോ സാധ്യമാകുന്നില്ല. അതിൻ്റെ അസ്വസ്ഥതകൾ മാറ്റി എന്നെയും
എൻ്റെ കുടുംബത്തെയും എൻ്റെ 2 മക്കളെയും അനുഗ്രഹിക്കാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ജോബി എന്നൊരു മകളാണ് ഇത് എഴുതിയിരിക്കുക. ജോബി എന്ന മകള് 2 മക്കൾക്ക് വേണ്ടി അനുസരണമുള്ള മക്കളായിട്ട് 2 മക്കളും വളരുവാനും സ്വഭാവം നല്ലതായിട്ട് തീരുവാനും, മൂത്ത മകൻ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നു, ആ ജോലി ലഭിക്കുവാനും വേണ്ടിയും അതുപോലെ തന്നെ വീടിൻ്റെ കടഭാരം മാറുന്നതിനു വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളാണ്. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള വിജയം വരിക്കുവാനും പഠിച്ചത് ഓർത്തിരിക്കുവാനും പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതുവാനും അച്ഛൻ്റെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഓർക്കണമേ. പ്രത്യേകമായിട്ട് മകളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, അച്ഛൻ പ്രത്യേകമായിട്ട് നൊവേന പ്രാർത്ഥനയിൽ ഈ നിയോഗം കൂടി പ്രാർത്ഥിക്കണമേ. എല്ലാ ചൊവ്വാഴ്ചയിലും അച്ഛൻ്റെ നൊവേനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഈ പ്രാർത്ഥന അച്ഛൻ പരിഗണിക്കാതെ പോകരുതേ. പ്രത്യേകമായിട്ട് റിയ എന്നൊരു സഹോദരിയാണ് എഴുതിയിരിക്കുക. കുടുംബത്തിൻ്റെ കടബാധ്യത മാറുവാനും എൻ്റെ ഭർത്താവിന് ശാരീരിക അസ്വസ്ഥതകളുണ്ട്, അതിന് മാറ്റം ലഭിക്കുവാനും കുടുംബസമാധാനം ലഭിക്കുവാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, വിശുദ്ധ കുർബാനയിലും നൊവേനയിലും എല്ലാ ദിവസവും മിക്കവാറും ഓൺലൈനിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഓസ്ട്രേലിയയിലാണ് ഇപ്പോൾ താമസിക്കുക. അവിടെ എൻ്റെ മക്കൾ പഠിക്കുന്നു, പക്ഷേ തെറ്റായിട്ടുള്ള കൂട്ടുകെട്ടുകളാണ് ഞങ്ങളുടെ 2 മക്കൾക്കും. പ്രത്യേകമായിട്ട് മക്കൾ ആ കൂട്ടുകെട്ടിൽ നിന്നൊക്കെ വിടുവാനും നന്നായിട്ട് പഠിക്കാനും നല്ല മക്കളായിട്ട് ജീവിക്കാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ ചേർത്ത് പിടിക്കണമേ. ഞങ്ങൾ 2 മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജിബിനും ജസ്ലിയും പ്രത്യേകമായിട്ട് 2 മക്കളെയും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആ 2 മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സ്നേഹം നിറഞ്ഞ അച്ഛ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എൻ്റെ ഷോൾഡറിൻ്റെ മസിൽ പൊട്ടിയിരിക്കുകയാണ്, അതിന് ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ 2 കുഞ്ഞുങ്ങളെ നോക്കാൻ ഈ വർഷത്തെ വിസയ്ക്ക് വന്നിരിക്കുകയാണ്. എൻ്റെ വേദനക്കുറിച്ച് എനിക്ക് അസ്വസ്ഥതകൾ മാറ്റിത്തന്ന് സൗഖ്യം നൽകി അനുഗ്രഹിക്കാനും അതോടൊപ്പം എൻ്റെ കുടുംബത്തിനു വേണ്ടിയും കുടുംബത്തിൻ്റെ കടബാധ്യതകൾ മാറുവാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ സന്നിധിയിൽ ആ സഹോദരിയെയും കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായി, ഇതുവരെ കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ല അച്ഛാ. സ്നേഹം നിറഞ്ഞ അച്ഛാ, നൊവേനയിൽ ഞങ്ങൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോയെ, എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. അതോടൊപ്പം തന്നെ വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി, കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ല. കുഞ്ഞുങ്ങളാകുവാനും അതിൻ്റെ അസ്വസ്ഥതകൾ മാറുവാനും വേണ്ടിയും ജിനുവച്ച പ്രത്യേകം പ്രാർത്ഥിക്കണേ. യേശുവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ജസ്വിൻ എന്നൊരു മകനാണ് ഇത് എഴുതിയിരിക്കുക. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞതാണ്. 2 മാസമായി അവന് ക്യാൻസർ ആണ്. അവൻ്റെ അസുഖങ്ങളെല്ലാം മാറുവാനും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. അതോടൊപ്പം തന്നെ കുടുംബത്തിലെ സമാധാനവും കടബാധ്യതകൾ മാറുവാനും വേണ്ടിയും അച്ഛൻ്റെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ഓർക്കണേ. പുണ്യവാൻ്റെ സന്നിധിയിൽ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കുടുംബസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൻ്റെ കടബാധ്യത മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അച്ഛൻ നൊവേനയിൽ ഞങ്ങളുടെ ഈ നിയോഗങ്ങൾ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കണേ. സാലി എന്നൊരു മകളാണ് ഇത് എഴുതിയിരിക്കുക. അച്ഛൻ കുടുംബസമാധാനത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥന സഹായം ചോദിക്കുക. അതുപോലെ തന്നെ എൻ്റെ 3 മക്കളും നന്നായിട്ട് പഠിക്കാനും നന്നായിട്ട് ദൈവപ്രീതിയിൽ വളരുവാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എൻ്റെ അമ്മായിയമ്മയ്ക്ക് ക്യാൻസറാണ്. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തുമുണ്ട്, പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കുന്നു. അഖിൽ എന്നൊരു സഹോദരനാണ് എഴുതിയിരിക്കുക. പ്രൈസ് ദ ലോർഡ്. എനിക്ക് UA ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുവാൻ വേണ്ടി അച്ഛാ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ അച്ഛാ, നൊവേനയിൽ വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ പ്രാർത്ഥനയിലും പ്രത്യേകമായിട്ട് എന്നെ കൂടി ഒന്ന് ചേർത്ത് പിടിക്കണേ. ഒത്തിരി നാളായിട്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കുടുംബത്തിൻ്റെ കടബാധ്യത മാറുവാൻ വേണ്ടി. അതോടൊപ്പം ഒരു സ്ഥലത്തിൻ്റെ
സ്ഥലം വിറ്റുപോകാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. അച്ഛാ, സ്ഥലം വിറ്റുപോയാലാണ് എൻ്റെ കുടുംബത്തിൻ്റെ കടബാധ്യത മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ സ്ഥലം വിറ്റുപോകാനും കുടുംബത്തിൻ്റെ കടബാധ്യത മാറുവാനും വേണ്ടിയും അച്ഛൻ പ്രാർത്ഥിക്കണേ. സിറിയക് എന്നൊരു സഹോദരനാണ് ഇത് എഴുതിയിരിക്കുക. അച്ഛാ, എനിക്ക് തൊണ്ടയിൽ ക്യാൻസറാണ്. ക്യാൻസറിൻ്റെ അസ്വസ്ഥതകൾ മാറുവാനും എൻ്റെ കുടുംബത്തിന് ശാന്തിയും സമാധാനവും ലഭിക്കുവാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ടീന എന്നൊരു സഹോദരി പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രാർത്ഥന ആവശ്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ബ്രദറിൻ്റെ വൈഫിന് ഗർഭാവസ്ഥയിലുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നതിനും ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതിയും. സ്നേഹം നിറഞ്ഞ ജിനുവച്ച നൊവേനയിൽ പ്രത്യേകമായിട്ട് ഓർക്കണേ. എൻ്റെ മകൾ നന്നായിട്ട് പഠിക്കാനും അതോടൊപ്പം തന്നെ എൻ്റെ രണ്ടാമത്തെ മകന് പഠനത്തിനുള്ള വൈകല്യങ്ങൾ മാറ്റി പഠിക്കാനുള്ള കൃപ നൽകുവാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ എനിക്ക് വേണ്ടി എൻ്റെ നിയോഗത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. വീട് പണി തുടങ്ങിയിട്ട് 3 വർഷമായി, ഇപ്പോൾ പാതിയായി, പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. ഒത്തിരിയേറെ കടബാധ്യതകളുണ്ട്. വീട് പണി പൂർത്തിയാക്കുവാനും കടബാധ്യതകൾ മാറുവാനും എൻ്റെ മകന് നല്ലൊരു ജോലി ലഭിക്കുവാനും വേണ്ടിയും അച്ഛാ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിൻസ് ജോർജ് എന്നൊരു സഹോദരൻ പ്രത്യേകമായിട്ട് വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. ആ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലില്ലി എന്നൊരു സഹോദരി പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുക. കുടുംബത്തിൻ്റെ കടബാധ്യത മാറുവാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സാന്ദ്ര എന്നൊരു മകള് പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നു. എനിക്ക് 29 വയസ്സായ അച്ഛ, പ്രത്യേകമായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കണേ. എൻ്റെ വിവാഹമൊന്നും നടന്നിട്ടില്ല. വിവാഹാലോചനകളൊക്കെ വരുന്നുണ്ട്, പക്ഷേ എന്തൊക്കെയോ തടസ്സങ്ങൾ, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറുവാനും എൻ്റെ വിവാഹം നടക്കുവാനും വേണ്ടിയും അച്ഛൻ നൊവേന പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കണമേ. പ്രത്യേകമായിട്ട് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിലും ചൊവ്വാഴ്ചകളിൽ നൊവേനയിലും പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഓൺലൈനിൽ അച്ഛൻ പ്രത്യേകമായിട്ട് എൻ്റെ ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞാൻ വിദേശത്താണ്. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുമെന്ന് ഓർക്കുന്നു. എൻ്റെ വിവാഹം നടന്നാൽ അച്ഛൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയുന്നതായിരിക്കും. പ്രത്യേകമായിട്ട് ആ സാന്ദ്ര എന്ന മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിനു എന്നൊരു സഹോദരന് വേണ്ടി ജോലി ലഭിക്കുവാൻ വേണ്ടി അമ്മ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, ആരാധനയിലും നൊവേന പ്രാർത്ഥനയിലും പ്രത്യേകമായിട്ട് എൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. വിസയുടെ തടസ്സമാണ്. ഒത്തിരി കടബാധ്യതകൾ നടുവിലാണ് ഞാൻ ജീവിക്കുക. വിദേശത്തേക്ക് പോകാൻ അപ്ലൈ ചെയ്തിട്ട് വിസ ഇതുവരെ ലഭിച്ചിട്ടില്ല. അച്ഛൻ്റെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് എന്നെയും കൂടി ഓർത്ത് പ്രാർത്ഥിക്കണേ. പ്രത്യേകമായിട്ട് ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, ഒത്തിരി നന്ദി പറയുന്നു പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചതിന്. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിലും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നൊവേനയിലും പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. ദൈവകൃപയാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് അച്ഛനോട് ഞാൻ പ്രാർത്ഥന സഹായം ചോദിച്ചിരുന്നു വിദേശത്തേക്ക് പോകാനായിട്ട്. അതിൻ്റെ തടസ്സങ്ങൾ മാറ്റി വിദേശത്തേക്ക് പോകാനുള്ള വിസ ലഭിച്ചതിനും പ്രത്യേകമായിട്ട് വിദേശത്തേക്ക് ഞാൻ ഈ 1 മാസത്തിനുള്ളിൽ പോകും. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അവിടെ ചെന്നിട്ടും സന്തോഷത്തോടു കൂടി ആയിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് ഞാൻ അപേക്ഷിക്കുന്നു. പ്രത്യേകമായിട്ട് വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വിദേശത്തേക്ക് പോകാൻ കഴിഞ്ഞതിന് നന്ദി പറഞ്ഞിട്ടാണ് മകൻ എഴുതുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ അതുപോലെ ഒത്തിരി ആവശ്യങ്ങൾ പുണ്യവാൻ സാധിച്ചു കൊടുക്കുന്നുണ്ട്. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. എൻ്റെ ജീവിത പങ്കാളിയുടെ മദ്യപാനവും സംശയരോഗം മാറുവാനും പള്ളിയിൽ പോകാനും കുദാശകൾ സ്വീകരിക്കാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. അതുപോലെ തന്നെ എൻ്റെ മകളുടെ പഠന വൈകല്യങ്ങൾ മാറ്റുവാനും നന്നായിട്ട് പഠിക്കാനുള്ള കൃപയും അതിനുവേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ എൻ്റെ ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, അച്ഛൻ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒത്തിരിയേറെ കടബാധ്യതകളുടെ നടുവിലാണ് ഞങ്ങളുടെ കുടുംബം ജീവിക്കുക. പലപ്പോഴും ആത്മഹത്യ ചെയ്യണമെന്നുള്ള ചിന്തയാണ് വരിക. കടങ്ങൾ മാറ്റാനൊരു വഴിയും ഞങ്ങളുടെ മുമ്പിൽ തെളിയുന്നില്ല. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ ഓർത്ത് ദൈവത്തിൻ്റെ കൃപയ്ക്ക് അസാധ്യമായിട്ടൊന്നും ഇല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ കടബാധ്യതകൾ മാറ്റാനുള്ള വഴികളും ദൈവം തുറന്നു തരുമെന്ന് വിശ്വസിക്കുന്നു. അച്ഛൻ പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ കുടുംബത്തിന് വേണ്ടിയും ആ നിയോഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. സിൽവി എന്നൊരു മകളാണ് ഇത് എഴുതിയിരിക്കുക. അച്ഛൻ്റെ ഭർത്താവിന് ക്യാൻസറാണ്. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം.
അനുപ എന്നൊരു മകള് പെർമനൻ്റ് ആയിട്ടൊരു ജോലി ലഭിക്കുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ അച്ഛ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മകൻ ആദം, അവൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പക്ഷേ ഒത്തിരിയേറെ പഠന വൈകല്യങ്ങളുണ്ട് അവന്. അച്ഛൻ പ്രത്യേകമായിട്ട് ആദം എന്ന മകന് വേണ്ടി പ്രാർത്ഥിക്കണേ. അതോടൊപ്പം അവൻ നല്ല മകനായി വളരുവാനും ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട മകനായിട്ട് ജീവിക്കാനും വേണ്ടി അച്ഛൻ അവന് വേണ്ടി പ്രാർത്ഥിക്കണേ. ഹൈപ്പർ ആക്ടിവിറ്റി ആണെന്ന് ഡോക്ടർ പറയുന്നു. അച്ഛാ പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കണമേ. ആദം എന്ന മകന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പൗലോസ് എന്നൊരു സഹോദരൻ എഴുതിയിരിക്കുക. അച്ഛാ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒത്തിരി കടബാധ്യതകളുണ്ട്. പൈസ കടം വാങ്ങിച്ചവരൊക്കെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. ജപ്തിയുടെ വക്കിലാണ് കുടുംബം. അച്ഛ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കടബാധ്യതകൾ മാറാൻ വേണ്ടി ഒത്തിരി മനുഷ്യർ പ്രാർത്ഥന സഹായം ചോദിക്കുന്നുണ്ട് കേട്ടോ. നമുക്കും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഒത്തിരിയേറെ കടബാധ്യതകൾ അനുഭവിക്കുന്നവരുണ്ട്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശുദ്ധ അന്തോണീസ് പുണ്യവാനോട് 1000 നന്ദി പറയുന്നു. പ്രത്യേകമായിട്ട് സ്നേഹം നിറഞ്ഞ ജിനുവച്ച പ്രാർത്ഥിച്ചതിന് നന്ദിയോടുകൂടി ഓർക്കുന്നു. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിലും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നൊവേനയിലും ഓൺലൈനിലിരുന്ന് പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. 9 ആഴ്ചകളിലായിട്ട് ഞാൻ നൊവേന പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു നിയോഗം എനിക്ക് നടത്തി തന്നതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. എൻ്റെ വിവാഹ തടസ്സമാണ് മാറ്റിത്തരിക. പ്രത്യേകമായിട്ട് ജിനുവച്ച പ്രാർത്ഥിച്ചതിന് നന്ദി പറയുന്നു. ഞാൻ ഇതുപോലെ ഒരു അപേക്ഷ ഇതിനു മുമ്പും എഴുതി അയച്ചിരുന്നു. അച്ഛൻ പ്രത്യേകമായിട്ട് നൊവേന പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥിച്ചത് അന്നു മുതൽ 9 ചൊവ്വാഴ്ചകളിൽ ഞാൻ പങ്കെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് വിവാഹ തടസ്സം മാറ്റി അടുത്ത ജനുവരിയിൽ എൻ്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അച്ഛൻ വരികയും ചെയ്യണം. പ്രത്യേകമായിട്ട് ആ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. സ്നേഹം നിറഞ്ഞ അച്ഛ, എൻ്റെ ദാമ്പത്യ ജീവിതം തകർന്ന് ഡിവോഴ്സിൻ്റെ വക്കിലാണ്. വലിയ മാനസിക ഭാരത്തിലാണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ അച്ഛ. കണ്ണീരോടെയാണ് ഇത് എഴുതുന്നത്. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ നൊവേനയിൽ ഇത് അച്ഛൻ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കണേ. അതോടൊപ്പം എൻ്റെ മമ്മിയുടെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു വരുന്നു. പ്രാർത്ഥിക്കണേ അച്ഛ. 4.5 വയസ്സുള്ള മകൻ വളരെ ഹൈപ്പർ ആക്റ്റീവാണ്. ഒന്നിലും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അച്ഛാ പ്രാർത്ഥിക്കുമല്ലോ. പ്രത്യേകമായിട്ട് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഭാര്യയുടെ യൂട്രസിൽ ഒരു മുഴയുണ്ട്. അത് ഓപ്പറേഷൻ ഇല്ലാതെ പൂർണ്ണമായി മാറാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. അതുപോലൊപ്പം തന്നെ മകളുടെ ഫൈനൽ എക്സാം നടക്കാനായിട്ട് പോവുകയാണ്. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. നന്നായിട്ട് പഠിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി. ജെയിംസ് എന്നൊരു സഹോദരന് വേണ്ടി കൂടി പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ട്. വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സ്നേഹം നിറഞ്ഞ അച്ഛ, മാനസികവും ശാരീരികവുമായി ഒത്തിരിയേറെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. കുടുംബത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്. അച്ഛൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ കുടുംബത്തെ കൂടി ഒന്ന് ചേർത്ത് പിടിക്കണമേ. പ്രത്യേകമായിട്ട് പോൾ എന്നൊരു സഹോദരനാണ് എഴുതിയിരിക്കുക. പോൾ എന്ന സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ പ്രാർത്ഥിക്കണേ. എൻ്റെ മകൻ പഠനത്തിൽ വളരെ പിന്നിലാണ്. അവൻ പഠനത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടി ഈ പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. ഒരുപാട് കടബാധ്യതയുണ്ട്. ഡിവോഴ്സായ എനിക്ക് പൈസയും ഇതുവരെ ലഭിച്ചിട്ടില്ല. അത് ആൾ പറഞ്ഞിരിക്കുന്ന ടൈം തന്നെ ആ പൈസ കിട്ടുവാനും കുടുംബത്തിൻ്റെ കടബാധ്യത മാറുവാനും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, ഞങ്ങളുടെ വീട് പണി തുടങ്ങിയിട്ട് വർഷങ്ങളായി, പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. വീട് പണി ഒന്ന് തീർന്നാൽ അതിൽ കയറി പെട്ടെന്നൊന്ന് താമസിക്കാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ ഹസ്ബൻഡിന് ഡയാലിസിസ് പേഷ്യൻ്റ് ആണ്. ആഴ്ചയിൽ 3 ടൈം ചെയ്യുന്നു. അത് ആഴ്ചയിൽ അതിൻ്റെ എണ്ണം കുറഞ്ഞ് 1 കോംപ്ലിക്കേഷൻ ഒന്നുമില്ലാതെ നോർമലായി ജീവിക്കാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. മോൻ MBA ബാംഗ്ലൂർ പഠിക്കുന്നു. അവൻ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാനും വഴിതെറ്റി പോകാതിരിക്കാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ അനിയത്തി UAE ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു. അവൾക്കതിൽ തുടരാൻ താല്പര്യമില്ല. അവൾക്ക് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാനാണ് ആഗ്രഹം. അവളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഒരു ഹോസ്പിറ്റലിൽ ജോലി ലഭിക്കുവാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. റേച്ചു എന്നൊരു മകൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ട്. ഇസ്രായേലിലാണ്
ജോലിക്ക് വേണ്ടി ഒത്തിരിയേറെ ട്രൈ ചെയ്യുന്നു, പക്ഷേ ജോലി ലഭിക്കുന്നില്ല. ഒത്തിരിയേറെ കടബാധ്യതകളുണ്ട്. പ്രത്യേകമായിട്ട് ആ മകൾ പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്നേഹം നിറഞ്ഞ ജിനുവച്ച അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. വിസിറ്റിംഗ് വിസയിലാണ് എൻ്റെ ഹസ്ബൻഡ്. അച്ഛോ എനിക്കൊരു ജോലി ലഭിക്കുവാൻ വേണ്ടി അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കണം. വിസിറ്റിംഗ് വിസയിലാണ് ഹസ്ബൻഡ് കൂടെ വന്നിരിക്കുന്നത്. ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ദൈവം നൽകാനായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ എൻ്റെ ബ്രദേഴ്സ് പ്രകാശ് ആൻഡ് പ്രിൻസ് ഒരു ജോലി ലഭിക്കുവാനും, പ്രകാശിൻ്റെ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന അവസ്ഥയാണ്, അവൻ ദൈവത്തോട് അടുക്കുവാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. അതോടൊപ്പം തന്നെ PSC ടെസ്റ്റ് എഴുതുന്ന എൻ്റെ സഹോദരന് വേണ്ടി കൂടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ആ കുടുംബത്തിൻ്റെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്നേഹം നിറഞ്ഞ ജിനുവച്ച ഞങ്ങളൊരു പ്രോപ്പർട്ടി വിൽക്കാനിട്ടിട്ട് വർഷങ്ങളായി വിറ്റുപോകുന്നില്ല. അച്ഛൻ്റെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ആ പ്രോപ്പർട്ടി വിൽക്കാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. വിജി എന്ന് പറയുന്ന ഒരു സഹോദരി കുടുംബസമാധാനത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥന സഹായം ചോദിക്കുക. ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സനിമോൾ എന്നൊരു സഹോദരി പ്രാർത്ഥന സഹായം ചോദിക്കുക. അച്ഛാ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി, 4 വർഷം കഴിഞ്ഞു. അച്ഛാ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ല. എനിക്കും ഭർത്താവിനും വയസ്സ് കൂടി വരുന്നു. ഒത്തിരിയേറെ ആകുലതകളാണ് അച്ഛാ. ഒരു കുഞ്ഞിനെ നൽകാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ചിന്നു എന്നൊരു സഹോദരി അയർലൻഡിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൻ്റെ പ്രോസസ്സിങ് ചെയ്യുവാണ്. യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ അയർലൻഡിൽ പോകാനും അതിൻ്റെ തടസ്സങ്ങൾ മാറ്റുവാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. വിവാഹം കഴിഞ്ഞിട്ട് 13 വർഷമായി സോജൻ ആൻഡ് ആൻസ് എന്ന 2 ദമ്പതികളാണ് എഴുതിയിരിക്കുക. വിവാഹം കഴിഞ്ഞിട്ട് 13 വർഷമായി, മക്കളില്ല. മക്കളെ ലഭിക്കുവാനും വീട് പണി പൂർത്തിയാക്കുവാനും കടഭാരം കുറയ്ക്കുവാനും ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവിൻ്റെ സന്നിധിയിലെ നിയോഗങ്ങൾ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തടസ്സപ്പെട്ടിരിക്കുന്ന വസ്തുവിൻ്റെ കച്ചവടം നടന്നതിന് പുണ്യവാനോട് നന്ദി പറയുന്നു. എത്രയും വേഗം വിസ കിട്ടുന്നതിനും അന്തോണിസ് പുണ്യവാനോട് മാധ്യസ്ഥം അപേക്ഷിക്കുന്നു എന്ന എളിയ മകൻ. പ്രത്യേകമായിട്ട് പുണ്യവാൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ഒത്തിരി പേർക്ക് നന്മകൾ കിട്ടുന്നുണ്ട്, അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട് കേട്ടോ. സ്നേഹം നിറഞ്ഞ ജിനുവച്ച ഒത്തിരി നന്ദി പറയുകയാണ്. വിശുദ്ധ അന്തോണിസ് പുണ്യവാൻ്റെ നൊവേനയിലും വിശുദ്ധ കുർബാനയിലും പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി IELTS പരീക്ഷയിൽ ഉന്നത വിജയം നൽകിയതിനും അങ്ങളിൻ്റെ ഹാർട്ട് ഓപ്പറേഷൻ വിജയകരമായി നടത്തുന്നതിനും സഹായിച്ചതിനും പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചതിനും നന്ദി പറയുന്നു. വിശുദ്ധ അന്തോണിസ് പുണ്യവാൻ്റെ മാധ്യസ്ഥ സഹായത്തിന് 1000 നന്ദി പറയുന്നു. സൗഖ്യം കൊടുത്തതിനും പുണ്യവാനോട് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, പ്രത്യേകമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വിശ്വാസി എഴുതിയിരിക്കുന്നതാണ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്നേഹം നിറഞ്ഞ ജിനുവച്ച പ്രാർത്ഥിച്ചതിന് 1000 നന്ദി പറയുകയാണ്. എൻ്റെ കൊച്ചിൻ്റെ അസുഖങ്ങൾ മാറി, അസ്വസ്ഥതകൾ മാറ്റി ഇപ്പോൾ അവൾ വളരെ ഹാപ്പിയായിട്ട് ജീവിക്കുന്നു. ഒത്തിരിയേറെ ഡിപ്രഷൻ അവസ്ഥയിലൂടെയാണ് അവൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. പ്രത്യേകമായിട്ട് ഞാൻ ഇതിനു മുമ്പ് അച്ഛൻ അപേക്ഷകൾ എഴുതി തന്നിരുന്നു. അച്ഛൻ പ്രത്യേകമായിട്ട് നൊവേനയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ കൊച്ചിൻ്റെ അസ്വസ്ഥതകളൊക്കെ മാറി ഇപ്പോൾ വളരെ ഹാപ്പിയായി അവൾ പഠിക്കാനൊക്കെ ആരംഭിച്ചിരിക്കുന്നു. അച്ഛൻ പ്രത്യേകമായിട്ട് അവൾക്ക് വേണ്ടി ഇനിയും കൂടി പ്രാർത്ഥിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ടോണി എന്ന് പറയുന്നൊരു സഹോദരനാണ് എഴുതിയിരിക്കുക. സ്നേഹം നിറഞ്ഞ ജിനുവച്ച പ്രാർത്ഥിച്ചതിന് 1000 നന്ദി പറയുന്നു. വിശുദ്ധ അന്തോണിസ് പുണ്യവാനോട് 1 കോടി നന്ദി പറയുന്നു. പുണ്യവാൻ്റെ മാധ്യസ്ഥ ശക്തിയുടെ ഫലമായി എനിക്ക് വിസയുടെ തടസ്സം ഉണ്ടായിരുന്നു. വിസ ശരിയായി കിട്ടി. ഞാനിപ്പോൾ വിദേശത്താണ്. അച്ഛൻ പ്രത്യേകമായിട്ട് ഇനിയും പ്രാർത്ഥിക്കണമേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശുദ്ധ അന്തോണിസ് പുണ്യവാനെ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. എൻ്റെ മകൾക്കും ഭർത്താവിനും ആസ്ട്രേലിയക്ക് പോകുന്നതിനുള്ള വിസയുടെ തടസ്സമുണ്ടായിരുന്നു. പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 9 നൊവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ആ വിസയുടെ തടസ്സം മാറി. ഇന്നെൻ്റെ മകളും ഭർത്താവും വിദേശത്താണ്. അവർ ഹാപ്പിയായിട്ടിരിക്കുന്നു. പുണ്യവാനോട് 1000 നന്ദി പറയുന്നു. ഇനിയും അവരെ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്നേഹം നിറഞ്ഞ ജിനുവച്ച ഒത്തിരി നന്ദി പറയുകയാണ് പ്രാർത്ഥിച്ചതിന്. പ്രത്യേകമായിട്ട് ഞാൻ ഇതിനു മുമ്പ് നൊവേന പ്രാർത്ഥനയിൽ ഒരു അപേക്ഷ എഴുതിയിട്ടിരുന്നു. എൻ്റെ അപ്പൻ്റെ ക്യാൻസർ എന്ന അസുഖത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ബയോപ്സിക്ക് അയച്ചിരുന്നതാണ്.
അച്ഛൻ പ്രാർത്ഥിച്ചു എന്ന് ഞങ്ങൾക്കറിയാം. പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. പുണ്യവാനോടും നന്ദി പറയുന്നു. യാതൊരുവിധ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ട്രീറ്റ്മെൻറ്റിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും പുണ്യവാൻ വിടുതൽ നൽകിയതിന് നന്ദി പറയുകയാണ്. പുണ്യവാനോട് പ്രത്യേകമായിട്ട് ആ കുടുംബത്തിന് വേണ്ടി നമുക്ക് പുണ്യവാനോട് നന്ദി പറയാം. അതോടൊപ്പം തന്നെ ആ കുടുംബത്തിന് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നെവിൻ എന്നൊരു സഹോദരനാണ്. വിവാഹ തടസ്സം മാറുവാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ ആ കുടുംബത്തിൻ്റെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശുദ്ധ അന്തോണീസ് പുണ്യവാനോട് 1000 നന്ദി പറയുന്നു. OET പരീക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥന സഹായം ഞാൻ ചോദിച്ചിരുന്നു. അച്ഛനത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഞാൻ OET പരീക്ഷ പാസ്സായി. എനിക്ക് എല്ലാ നല്ല മാർക്കും സ്കോർ ചെയ്യാൻ സാധിച്ചതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഒരു ക്ഷമാപണം കൂടി പറയുകയാണ്. ഈ സാക്ഷ്യം ലേറ്റായി പോയതിലും ഞാൻ പ്രത്യേകമായിട്ട് ക്ഷമ ചോദിക്കുന്നു. പ്രത്യേകമായിട്ട് ആ കുടുംബത്തിന് വേണ്ടി, ആ വ്യക്തിക്ക് വേണ്ടി തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജോളി എന്നൊരു സഹോദരൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. OET പരീക്ഷ പാസ്സാകാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥന ചോദിക്കുക. ആ കുടുംബത്തിൽ മകൾക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ ആ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. IELTS പരീക്ഷാ വിജയത്തിനായിട്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. പ്രത്യേകമായിട്ട് ബിജു എന്ന ഒരു സഹോദരന് വേണ്ടിയും പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹാർട്ട് ഓപ്പറേഷന് വേണ്ടി വന്ന ബിജു എന്നൊരു സഹോദരന് വേണ്ടിയും പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. BTech പഠനം പൂർത്തിയായി നല്ല വിജയം നൽകിയതിന് വിശുദ്ധ അന്തോണീസ് പുണ്യവാനോട് നന്ദി പറയുന്നു. ഈശോ ആഗ്രഹിക്കുന്ന നല്ലൊരു ജോലി തന്നെ അനുഗ്രഹിക്കണമേ എന്നും അച്ഛ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ നൊവേനയിലും വിശുദ്ധ കുർബാനയിലും പങ്കെടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇതെനിക്ക് ലഭിച്ചിരിക്കുക. അച്ഛ പ്രാർത്ഥിച്ചതിന് നന്ദി. അതോടൊപ്പം തന്നെ പുണ്യവാനോടും നന്ദി പറയുന്നു. പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒത്തിരി മക്കൾക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പല മക്കളും നന്ദിപരമായിട്ട് എഴുതി വഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒത്തിരി അപേക്ഷകളും നമ്മുടെ മുമ്പിലുണ്ട്. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഇതെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ഇന്നത്തെ നൊവേനയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസി അസ്വസ്ഥതകൾ മാറുവാനും അസുഖങ്ങൾ മാറുവാനും ഒരു ജോലി ലഭിക്കുവാനും കുടുംബത്തിൻ്റെ കടബാധ്യതകൾ തീരുവാനും എല്ലാ കാര്യങ്ങളും ശരിയായി കിട്ടുവാനും പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. അനിയൻ്റെ വിവാഹം നടക്കുവാൻ വേണ്ടി ഒരു വിശ്വാസി പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ട്. ജോബിൻ ജോസഫ് പെരുന്നാപ്പള്ളി, ടീനു ടിജോ സുഖപ്രസവത്തിന് വേണ്ടി പ്രാർത്ഥന സഹായം. കുഞ്ഞുമോൻ കണ്ണുവള്ളി വീട് പണി തീരുവാൻ വേണ്ടി. ജോർജ് അറുകുഴി കുടുംബത്തിനു വേണ്ടി. സതി എന്ന സഹോദരി ആധാരത്തിൻ്റെ പ്രശ്നം മാറാൻ. ബോബി ജോസഫ് ജോലിക്ക് പോകുന്ന സ്ഥലത്ത് സന്തോഷത്തോടു കൂടി ആയിരിക്കുവാൻ വേണ്ടി. സീന ജോണി ഒരു വീട് കിട്ടുവാൻ വേണ്ടി. ഫെലിസിയ ഫിയോണ കടബാധ്യതകൾ മാറുവാനും മക്കൾ നന്നായിട്ട് പഠിക്കാനും. വിന്നി മരിയ തങ്കച്ചൻ എഴുപുന്ന എക്സാം പാസ്സാകാൻ. മറിയാമ്മ അസ്വസ്ഥതകൾ മാറാൻ. അയാണോ ജോജോ കളത്തറപ്പറമ്പ് അസ്വസ്ഥതകൾ മാറാൻ. 3 മക്കൾ അവരുടെ പഠനത്തിനും ഭാവിക്കും വേണ്ടി. പ്രത്യേകമായിട്ട് ഈ നിയോഗങ്ങൾ കൂടി നമുക്ക് ചേർത്ത് വയ്ക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് ഓർക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള അപേക്ഷകളും യാചനകളും എല്ലാം സമർപ്പിച്ച് പുണ്യവാനെ എൻ്റെ നിയോഗത്തിന് വേണ്ടി, എൻ്റെ അപേക്ഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യം, പുണ്യവാൻ്റെ സന്നിധിയിൽ വന്ന് മാധ്യസ്ഥം വഹിച്ചവർക്കൊക്കെ ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടും വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥ സഹായം അപേക്ഷിച്ചുകൊണ്ടും വിശുദ്ധ അന്തോണീസിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന ഗാനം ഏറ്റവും ഭക്തിയോടെ ഈ നിമിഷം ആലപിക്കാം. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ യേശുവിൻ സന്നിധിയിൽ. സിദ്ധനാമദ്ദോനീസേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സത്യസഭനബസിൽ മൽപ്പനായി വിരാജിക്കും അത്ഭുത പ്രവർത്തകൻ അന്തോണീസ് പുണ്യദാതാ. ഉണ്ണിയാമേശുവേ നിൻ കൈകളിൽ വഹിക്കുവാൻ ഭാഗ്യം ലഭിച്ച ധന്യ ജീവിത വിശുദ്ധിക്കാൻ. കാണാതാകുന്നതെന്തും കാണിപ്പാൻ കെൽപ്പേഴും നീ മാലോ
പിതാവേ. വിവാഹന്തസ്സിനായി പ്രാർത്ഥിക്കും യുവാക്കൾക്ക് ദാമ്പത്യരാമം ചേർന്ന് ജീവിതം നയിച്ചിടാൻ സന്താനലബ്ധിക്കായി നിൻ മാധ്യസ്ഥം തേടുവോർദ്ധൻ യാചന കേട്ടവരിൽ സംതൃപ്തി ചേർപ്പാവനേ. കുടുംബകലഹങ്ങൾ അന്തഛിദ്രങ്ങളെല്ലാം നീക്കി ശാശ്വത ശാന്തി ഗേഹത്തിനിടുവാൻ സോദര സ്നേഹത്തിലും സേവനാനിഷ്ഠയിലും നീതിബോധത്തിലും നിൻ മക്കൾ മുന്നേറിടുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. യേശുവിൻ സന്നിധിയിൽ സിദ്ധനാമന്തോണീസേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധ അന്തോണീസിനെ അനുഗ്രഹിക്കുവാൻ തിരുമനസ്സായ ദൈവമേ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെയും മാതാവ് കന്യകയുമായ മറിയത്തിന്റെയും നീതിമാനായ മാർയൗസേപ്പിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും നീതിമാന്മാരെല്ലാവരുടെയും പ്രാർത്ഥനകളും സുഹൃത്തുക്കളും പരിഗണിച്ച് ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും കരുണാപൂർവം സ്വീകരിക്കണമേ. അങ്ങേ പ്രസാദിപ്പിച്ച വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥം വഴി ഞങ്ങളെ യാചിക്കുന്ന പ്രത്യേക അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ആമേൻ. നിർമ്മലനും വിനീതനുമായ വിശുദ്ധ അന്തോണീസിന് അത്ഭുത പ്രവർത്തനങ്ങൾക്കുള്ള വരം നൽകി അനുഗ്രഹിച്ച ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ രക്ഷകനായ മിശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുവാനായി കൂടെയിരിക്കുന്ന എളിയവരായ ദാസർ ആത്മീയവും ശാരീരികവുമായ അനുഗ്രഹങ്ങളാൽ സമ്പന്നരാകട്ടെ. ദുഷ്ടാരൂപികളുടെയും ക്ഷുദ്രജീവികളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും സകലവിധ രോഗങ്ങളിൽ നിന്നും എല്ലാവരും സംരക്ഷിതരാവട്ടെ. ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രലോഭനങ്ങളെ നേരിടുവാനുള്ള ശക്തി ഏവർക്കും ലഭിക്കുമാറാകട്ടെ. ആകുലതകളും ആശങ്കകളും കൂടാതെ ഈ ലോക ജീവിതം വിജയപ്രദമായി നയിക്കുവാനും പരലോകത്തിൽ നിത്യസൗഭാഗ്യം അനുഭവിക്കുവാനും ഇന്നത്തെ നൊവേനയിൽ സംബന്ധിച്ച ഈ സമൂഹത്തിനും ഇവരുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇടയാകട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥ ശക്തിയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.